Hello dear friends, welcome to RJS Physics classes. സെക്കൻഡ് ഇയർ ഫിസിക്സിലെ സുന്ദരമായ മറ്റൊരു ലോകത്തേക്ക് നമ്മൾ യാത്ര തുടങ്ങാം. ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഓക്കെ, എ സി കറണ്ട് എന്നുള്ള അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ എ സി എന്നുള്ള വിങ്ങിലേക്കാണ് ഇപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. നമ്മളുടെ എ സി വോൾവോ ബസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ലോകം കണ്ടതിന് ശേഷം പുതിയ ഒരു ലോകത്തേക്ക് കയറാണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ലോകത്തേക്ക്. എ സി ആൻഡ് ഡി സി രണ്ടും നമുക്ക് പരിചയമുള്ളതാണ് അല്ലേ? എ സി ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഡി സി ഡയറക്റ്റ് കറണ്ട്, ഈ രണ്ടും നമുക്കറിയാം. എന്താ എ സി ഡി സി എന്ന് പറഞ്ഞാൽ? ഇത് ക്ലാസ്സിൽ ചെന്ന് ചോദിച്ചാൽ ഭയങ്കര രസമായിട്ടാണ് മക്കൾ മറുപടി പറയാം. എന്താ എ സി എന്താ ഡി സി എന്ന് ചോദിച്ചാൽ, ഡി സി ഇങ്ങനെ, എ സി ഇങ്ങനെ പോണത് അല്ലേ, ഇങ്ങനെ പോണത് എ സി, ഇങ്ങനെ പോണത് ഡി സി. ചിലർ തിരിച്ചു പറയും, പ്ലസും മൈനസും മാറി മാറി വരുന്നത്, ഓൾട്ടർനേറ്റിംഗ് അല്ലേ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ വീണ്ടും പഠിക്കും എ സി ഡൈനാമോ ആൻഡ് ഡി സി ഡൈനാമോ. ഓക്കെ, ആ രണ്ടിൻ്റെയും കേസ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കും. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ള സുന്ദരമായ ലോകത്തേക്ക് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. ഓക്കെ, സോ ബുക്കും പെന്നൊക്കെ എടുത്തില്ലേ, എഴുതാൻ റെഡിയായി, ഫിസിക്സിൻ്റെ ലോകത്തിലൂടെ സഞ്ചരിക്കാൻ റെഡിയായി നമ്മൾ എത്തിയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, നിങ്ങളോടൊപ്പം ഞാനും. ആദ്യത്തെ ചോദ്യം, എ സി ഓർ ഡി സി, വിച്ച് ഈസ് മോർ ബെറ്റർ ആൻഡ് വൈ? എ സി ആണോ ഡി സി ആണോ മോർ ബെറ്റർ, എന്തുകൊണ്ട്? അതിപ്പോൾ ഈ ചാപ്റ്റർ എ സി അല്ലേ, അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ എന്താ ഉത്തരം പറയുക? എ സി തന്നെ ആയിരിക്കും. അങ്ങനെയൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം, എന്തും പറയാം. ഓക്കെ, എ സി ആണോ ഡി സി ആണോ മോർ ബെറ്റർ, എന്തുകൊണ്ട്? ആൻസർ സിമ്പിൾ, എ സി ഈസ് മോർ ബെറ്റർ because AC can easily converted into DC and AC can easily step up or step down. AC-നെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാം, അതേപോലെ തന്നെ എന്തും ചെയ്യാം, സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം. ഓക്കെ, എ സിനെ ഈസി ആയിട്ട് ഡി സി ആക്കി മാറ്റാം എന്നാണ് പറഞ്ഞത്. തിരിച്ച് പറ്റില്ല എന്ന് ചോദിച്ചാൽ പറ്റുന്നാട്ടോ ഉത്തരം. എ സിനെ ഡി സി ആക്കാൻ പറ്റുമോ? പറ്റും. ഡി സിനെ എ സി ആക്കാൻ പറ്റുമോ? അതും പറ്റും. കുറച്ച് ചിലവ് കൂടുന്നേ ഉള്ളൂ, പണി കുറച്ച് കൂടും. ഓക്കെ, അതേപോലെ എ സിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാം, എ സിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ഡിവൈസ് വെച്ചിട്ട്, ഇൻഡക്ഷൻ കോയിൽ വെച്ചിട്ട് ഡി സിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാം. അതിന് പണിയൊന്നുമില്ല, ചിലവ് കൂടും, എഫേർട്ട് കൂടും, അത്രേ ഉള്ളൂ. സോ ഇത് ഈസി ആണെന്നുള്ള കാരണത്തിലാണ് നമ്മൾ എ സിക്ക് ബെറ്റർ പോസ്റ്റ് കൊടുത്തത്. ഓക്കെ, എന്തിനാ സ്റ്റെപ്പ് അപ്പ് ചെയ്യണേ, എന്തിനാ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണേ? 110 കിലോ വോൾട്ട്, ഈ വോൾട്ടേജിലാണ് ഇടുക്കിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണത്, ഇലക്ട്രിസിറ്റി ഇങ്ങോട്ട് കൊണ്ടുവരണേ അല്ലേ. 110 കിലോ വോൾട്ട് എന്നുള്ള അത്രയും വലിയ വോൾട്ടേജാണ് ഇങ്ങോട്ട് കൊണ്ടുവരണേ. ഓക്കെ, അത് 66 കിലോ വോൾട്ടാക്കി മാറ്റണു, പിന്നെ 11 kV ആക്കി മാറ്റണു, അതിനുശേഷം 220 വോൾട്ടാക്കി മാറ്റിയിട്ടാണ് നമ്മളെ വീടുകളിലേക്ക് സപ്ലൈ ചെയ്യണത്. ഇതെന്തിനീ 1,10,000 അല്ലെങ്കിൽ 110 കിലോ വോൾട്ട് എന്ന് പറഞ്ഞ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്യണേ? അവർക്ക് 220 കൊണ്ടുവന്നാൽ പോരെ, ഇത്രയും വലിയ വോൾട്ടേജ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ആൻസർ ഇസ് സിമ്പിൾ, പവർ ലോസ് കുറയ്ക്കാനാണ്. KSEB നമുക്ക് തരുന്നത് വോൾട്ടേജ് ആണോ കറണ്ട് ആണോ എന്ന് ചോദിച്ചാൽ രണ്ടും അല്ല, പവറാണ്. വോൾട്ടേജും കറണ്ടും കൂടി ചേർന്ന് പവർ എന്നുള്ള ക്വാണ്ടിറ്റിയാണ് നമുക്ക് തരുന്നത്. പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, പവർ ഈസ് വോൾട്ടേജ് ഇൻടു കറണ്ട്. അപ്പോൾ നമുക്ക് 1000 വാട്ട് പവർ വേണമെങ്കിൽ 1000 വോൾട്ട് ഇൻറ്റു 1 ആംപിയർ അല്ലെങ്കിൽ 1 വോൾട്ട് ഇൻറ്റു 1000 ആംപിയർ. ഓക്കെ, നമ്മൾ സീരീസ് കണക്ഷനിലൂടെയാണ് അവിടെ നിന്നിട്ട് കറണ്ട് പാസ് ചെയ്യിക്കണത്. അവിടെ നമ്മൾ ഹീറ്റിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യുക, I²RT. ഓക്കെ, സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസ് 1 ഓം എടുക്കുക, ടൈം 1 സെക്കൻഡ് എടുക്കുക. ഈ ഓപ്ഷൻ ആണെങ്കിൽ 1² × 1, ഈ ഓപ്ഷൻ ആണെങ്കിൽ
1000 സ്ക്വയർ ഇൻറ്റു 1. സോ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. ഓക്കെ, അപ്പോൾ വലിയ വോൾട്ടേജ് കൊണ്ടുവന്നുള്ള ഗുണം കറണ്ട് അതിനനുസരിച്ച് കുറയ്ക്കാം. കറണ്ട് കുറച്ചാൽ I²RT എന്നുള്ള ഹീറ്റ് ലോസ് കുറയ്ക്കാം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, ഇലക്ട്രിസിറ്റി ബോർഡുകൾ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്യണത്. ഓക്കെ, അതല്ലാണ്ട് ചെറിയ വോൾട്ടേജും വലിയ കറണ്ടും ആണെങ്കിൽ ട്രാൻസ്മിഷൻ ലോസ് കൂടും, 100% ഉറപ്പാണ്. ഇന്ത്യയിൽ 220 വോൾട്ട് 50 ഹെർട്സ് ആണ്. ഓക്കെ, അമേരിക്കയിൽ 110 വോൾട്ട് 60 ഹെർട്സ് ആണ്. ഓക്കെ, 110 വോൾട്ട് 60 ഹെർട്സ് ആണ്. ഈ വോൾട്ടേജ് പറയുമ്പോൾ ഇത് രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ആ 60 ഹെർട്സിൽ വർക്ക് ചെയ്യണ എല്ലാ ഡിവൈസുകളും അല്ലെങ്കിൽ 60 ഹെർട്സ് എന്ന് പറഞ്ഞ് ആ ഫ്രീക്വൻസി കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, 50 ഹെർട്സ് കൊണ്ടും നമുക്ക് ചെയ്യാം. കാരണം ഇത്രയേ ഉള്ളൂ, ഇതാണ് ആദ്യം കണ്ടുപിടിച്ചത്. കുറേ കാലം കഴിഞ്ഞിട്ടാണ് 50 ഹെർട്സ് എന്നുള്ള പുതിയ സിസ്റ്റം കണ്ടുപിടിച്ചത്. അപ്പോഴേക്കും സ്റ്റേറ്റ്സിലെ കുറേ ഡിവൈസുകളും റെയിൽവേ ട്രാക്കുകൾ വരെ ആ ഒരു വോൾട്ടേജ് ഉപയോഗിക്കണ നിലയ്ക്ക് എത്തിയെന്നുണ്ടെങ്കിൽ നമ്മളതിന് ശേഷമാണ് ഉപയോഗം തുടങ്ങിയത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, മോഡേൺ സിസ്റ്റം അഡോപ്റ്റ് ചെയ്തു, 50 ഹെർട്സ് അഡോപ്റ്റ് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ 110 വോൾട്ട് ആക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ട് കൂടും, ട്രാൻസ്മിഷൻ ലോസ് കൂടി വരും. ആ ട്രാൻസ്മിഷൻ ലോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതാണ് ഏറ്റവും എളുപ്പം. കാരണം ഷോക്കിംഗ് എഫക്റ്റ് കുറയും. ഒരാൾക്ക് ഡേഞ്ചർനെസ് ഒരിക്കലും ഉണ്ടാവില്ല ഈ വോൾട്ടേജിൽ, പക്ഷേ അതിൻ്റെ ലോസ് കൂടി വരും. ഓക്കെ, സോ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് 110 കിലോ വോൾട്ടിനെ 66 കിലോ വോൾട്ടാക്കി മാറ്റണു, 66 കിലോ വോൾട്ട് 11 kV ആക്കി മാറ്റണു, 11 kV 220 വോൾട്ട് പവർ സപ്ലൈ ആക്കി മാറ്റണു. ഓക്കെ, അപ്പോൾ അതിന് ട്രാൻസ്ഫോമർ വേണം. ഈ പറഞ്ഞ എന്താ പറയുക, സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. അതിന് ഏറ്റവും സൗകര്യം ഏതാണ്, AC ആണ്. സോ AC can be easily converted into DC. AC can be easily step up and easily step down. അപ്പോൾ AC ആണ് ബെറ്റർ. നമ്മൾ പഠിക്കണ AC ആണ് കൂടുതൽ ബെറ്റർ എന്തിനേക്കാൾ, DC-നേക്കാൾ. ഓക്കെ, ഇനി which one is more dangerous, AC or DC? which one is more dangerous? കൂടുതൽ ഡേഞ്ചറസ് ഏതായിരിക്കും, AC ആവോ DC ആവോ? ഓക്കെ, ചോദ്യം ഇങ്ങനെയാണ്, 220 വോൾട്ട് DC ആണോ 220 വോൾട്ട് AC ആണോ മോർ ഡേഞ്ചറസ്? ഓക്കെ, അല്ലെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടാവുക അറിയാം. ഒരു കുട്ടി ചിന്തിക്കുക എങ്ങനെയാണ്, പ്ലഗിൽ തൊടുമ്പോൾ കിട്ടണത് AC, ബാറ്ററിമ തൊടുമ്പോൾ കിട്ടണത് DC. ബാറ്ററിമ തൊട്ടാൽ ഒന്നും പറ്റില്ല, പ്ലഗിൽ തൊട്ടാൽ ഷോക്ക് അടിക്കും. അപ്പോൾ ഏതാണ് വലുത്, മീൻസ് ഏതാണ് ഡേഞ്ചറസ്? AC എന്നുള്ള അസംഷനിലെത്തും. 1.5 ആണ്, മറ്റേത് 220 ആണ്. അതിൽ സംശയമൊന്നുമില്ല, 220 ആണ് ഡേഞ്ചർ. ഓക്കെ, അതേസമയം ഒരേ വോൾട്ടേജ് എടുക്കുക, 220 വോൾട്ട് DC, 220 വോൾട്ട് AC, ഇതിലേതാണ് മോർ ഡേഞ്ചറസ് ആവുക എന്നാണ്. ഓക്കെ, അതിൻ്റെ ആൻസറും നോ ഡൗട്ട് AC തന്നെയാണ്. ഓക്കെ, അതിൻ്റെ കാരണം സിമ്പിളാണ്. 220 വോൾട്ടിൻ്റെ ഒരു DC സോഴ്സിൽ നിന്ന് ഒരു ഡിവൈസ് കണക്ട് ചെയ്താൽ നമുക്ക് 220 വോൾട്ടും വലിച്ചെടുക്കാം. ഓക്കെ, 220 വോൾട്ടിൻ്റെ ഒരു DC സോഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ അതിന് ചെറിയൊരു സംഖ്യ പറയാം, 12 വോൾട്ടിൻ്റെ ഒരു DC സോഴ്സിൽ നിന്ന് നമ്മളൊരു ഡിവൈസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 12 വോൾട്ടും വലിച്ചെടുക്കാം. ചെറിയ സംഖ്യയ്ക്ക് മാറ്റിയതാണ്. 12 വോൾട്ടിൻ്റെ ഒരു AC സോഴ്സിലേക്ക് നമ്മളൊരു ഡിവൈസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഡിവൈസിന് പരമാവധി വലിച്ചെടുക്കാൻ പറ്റുക 8 വോൾട്ടാണ്. ആ പരമാവധി വലിച്ചെടുക്കാൻ പറ്റുന്ന വോൾട്ടേജിനെ നമ്മൾ വിളിക്കണ പേരാണ് RMS വോൾട്ടേജ്, റൂട്ട് മീൻ സ്ക്വയർ വോൾട്ടേജ്. ഒരു AC സോഴ്സിൽ നിന്ന് ഒരു ഡിവൈസിനെ വലിച്ചെടുക്കാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജിനെ വിളിക്കണ പേരാണ് RMS വോൾട്ടേജ്. ഓക്കെ, റൂട്ട് മീൻ സ്ക്വയർ വോൾട്ടേജ്.
അതിൻ്റെ കണക്ക് എനിക്ക് അറിയുന്നുള്ളതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ കണക്കൂട്ടി പറഞ്ഞ് എങ്ങനെയെന്നുള്ളത് നമ്മൾ പറയും ഇപ്പം തന്നെ. സോ 12 വോൾട്ടിൻ്റെ DC സോഴ്സ് നിന്ന് 12 വോൾട്ടും വലിച്ചെടുക്കാം. 12 വോൾട്ടിൻ്റെ AC സോഴ്സ് നിന്ന് 8 വോൾട്ട് മാത്രമേ ഒരു ഡിവൈസിന് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആ വലിച്ചെടുക്കാൻ പറ്റുന്ന വോൾട്ടേജിനെ വിളിക്കണ പേരാണ് RMS വോൾട്ടേജ്, റൂട്ട് മീൻ സ്ക്വയർ വോൾട്ടേജ്. AC-ൻ്റെ മാക്സിമം വോൾട്ടേജ് നമുക്കറിയാം, E0 sin omega t ആണല്ലോ AC വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. സോ ഇറ്റ്സ് മാക്സിമം വോൾട്ടേജ് ഈസ് E0 ആൻഡ് മിനിമം വോൾട്ടേജ് ഈസ് 0. ഇതിനെ ഈ പറഞ്ഞ പണി മുഴുവൻ ചെയ്യാം. എന്തൊക്കെയാണ്? റൂട്ട് മീൻ സ്ക്വയർ, ആദ്യം സ്ക്വയർ ചെയ്യാം, പിന്നെ മീൻ കാണുക, പിന്നെ റൂട്ട് എടുക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടണോ അതാണ് ആക്ച്വലി RMS വോൾട്ടേജ്, E0/√2. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ RMS കാണുക. RMS എങ്ങനെ കാണുക എന്ന് ഞാൻ പറയാം. ഇതൊരു തട്ടിപ്പ് മെത്തേഡാണ്. ഓക്കെ, സോ ഈ RMS എന്ന് പറഞ്ഞാൽ E0/√2. ഈ കണക്ക് പ്രകാരം 12/√2 ഇതാണ് ഏകദേശം 8 വോൾട്ട്. ആ കണക്കാണ് ഞാൻ നിങ്ങളോട് അവതരിപ്പിച്ചേ. ഓക്കെ, 12/√2, 12/√2 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 8 വോൾട്ട്. ഓക്കെ, ഈ പറഞ്ഞ കണക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, RMS എന്താണെന്ന് ഞാൻ പറയാം പിന്നീട്. ഈ ചാപ്റ്റർ തന്നെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും, ആവറേജ് വോൾട്ടേജും RMS വോൾട്ടേജും. ഇപ്പം തൽക്കാലം എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി മാത്രം RMSനെ ഒരു തട്ടിപ്പ് മെത്തേഡ് കൂടെ അവതരിപ്പിച്ചു. റൂട്ട് മീൻ സ്ക്വയർ, സ്ക്വയർ ചെയ്യുക, മീൻ കാണുക, റൂട്ട് എടുക്കുക, അപ്പം കിട്ടണത് എന്തോ അതാണ് RMS. ഓക്കെ, 12 വോൾട്ടിൻ്റെ DC സോഴ്സ് നിന്ന് 12 വോൾട്ടും വലിച്ചെടുക്കാം. 12 വോൾട്ടിൻ്റെ AC സോഴ്സ് നിന്ന് 8 വോൾട്ട് മാത്രമേ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മളെ വീട്ടിൽ തരുന്ന പവർ സപ്ലൈ 220 വോൾട്ട് ആണ് എന്ന് പറഞ്ഞു. ഈ തന്ന വോൾട്ടേജ് RMS ആവോ മാക്സിമം ആവോ? നോ ഡൗട്ട് ഇറ്റ് ഈസ് RMS വോൾട്ടേജ്. നമുക്ക് വലിച്ചെടുക്കാനുള്ളതാണ് 220. അല്ലാണ്ട് കുറേ വോൾട്ടേജ് തരേണ്ടതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എത്ര കിട്ടണോ അതാണ് അവിടുത്തെ ഡോമിനന്റ് ഫാക്ടർ. ഈ RMS ആണ് 220 എന്ന് പറഞ്ഞാൽ E0/√2 ഈക്വൽ ടു 220. സോ E0 എത്രയെന്ന് ചോദിച്ചാൽ 220 ഇൻറ്റു √2. ആൻസർ ഈസ് 311 വോൾട്ട്. ഇതാണ് അതിൻ്റെ മാക്സിമം വോൾട്ടേജ്. ഇനി നേരത്തെ ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടെ ആലോചിക്കാം. 220 വോൾട്ട് DC എന്ന് പറഞ്ഞാൽ അതിലെ മാക്സിമം വോൾട്ടേജ് 220 വോൾട്ട് ആണ്. 220 വോൾട്ട് AC എന്ന് പറയുമ്പോൾ അവിടുത്തെ മാക്സിമം വോൾട്ടേജ് 311 വോൾട്ട് ആണ്. മീൻസ് 220 വോൾട്ട് DC എന്ന് ഒരാൾക്ക് ഷോക്ക് അടിച്ചാൽ 220ൻ്റെ ഷോക്ക് അടിക്കും. 220 വോൾട്ട് AC എന്നാണ് ഒരാൾക്ക് ഷോക്ക് അടിച്ചതെങ്കിൽ 311 വോൾട്ടിൻ്റെ ഷോക്കാണ് അടിക്കുക. ഏതായിരിക്കും മോർ ഡേഞ്ചറസ്? നോ ഡൗട്ട് അറ്റ് ഓൾ AC ഈസ് മോർ ഡേഞ്ചറസ്. ഓക്കെ, എൻ്റെ റീസൺ ക്ലിയർ ആയില്ലേ? ക്വസ്റ്റ്യൻ ഇതാണ്, AC ഓർ DC വിച്ച് ഈസ് മോർ ഡേഞ്ചറസ് ആൻഡ് വൈ? ഇതാണ് ക്വസ്റ്റ്യൻ. AC ആണോ DC ആണോ മോർ ഡേഞ്ചറസ് ആവുക? കാരണം എന്താണ്? DC is usually represented in its maximum values, but AC is usually represented in its RMS values. So maximum value should be √2 times the given voltage. Okay, and example ആണ് പറഞ്ഞത്, in 220 volt DC the maximum voltage is 220 volt. In 220 volt AC the maximum voltage is 311 volt. ഓക്കെ, 220 വോൾട്ട് DC എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് 220 വോൾട്ടാണ്. 220 വോൾട്ട് AC എന്ന് പറയുമ്പോൾ അവിടുത്തെ മാക്സിമം വോൾട്ടേജ് 311 വോൾട്ടാണ്. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. കാരണം നമുക്ക് തരാ RMS ആണ്, അതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് √2 ടൈംസ്. അത് നമുക്ക് ആ വേവ് ആലോചിച്ചാൽ തന്നെ കിട്ടും. DC എന്ന് പറയുമ്പോൾ ഇങ്ങനല്ലേ,
ഡി സി സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനല്ലേ. സോ ഫുൾ ടൈം നമുക്ക് എന്തുണ്ടാവും, ആ പവർ സപ്ലൈ അതേപോലെ ഉണ്ടാവും. ഇപ്പം ഇതാണ് 220 വോൾട്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ ഫുൾ ടൈം 220 ഉണ്ടോ? ഇല്ലല്ലോ. സ്വാഭാവികമായിട്ടും ആ 220 എന്ന് പറഞ്ഞ സംഭവം ഇതിലുണ്ടാവില്ല. ഓക്കെ, അത് വളരെ കുറച്ച് സമയം മാത്രം. അതിൻ്റെ ഒരു എഫക്റ്റീവ് ആവറേജ് ആണ് നമുക്ക് കിട്ടുക. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ആവറേജ് എടുത്താൽ നമുക്ക് എപ്പോഴും ആൻസർ എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. സോ എ സിൻ്റെ ആവറേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ഒന്ന് പ്ലസ്, അടുത്തത് മൈനസ്. ആവറേജ് എടുക്കുമ്പോൾ ക്വാണ്ടിറ്റി എന്തായിട്ട് മാറും? 0 എന്നായിട്ട് മാറും. ഓക്കെ, അവിടെ നമ്മൾ എടുക്കുക അതിൻ്റെ എഫക്റ്റീവ് ആവറേജ് ആണ്. ആ എഫക്റ്റീവ് ആവറേജ് ആണ് നമ്മൾ എന്ത് വിളിക്കണത്? RMS വോൾട്ടേജ് എന്ന് വിളിക്കണേ. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? ഇനി ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പോണു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ലോജിക്കാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 3 ഡിവൈസസ് നമ്മൾ പഠിച്ചു. വൺ ഈസ് റെസിസ്റ്റർ, another one is inductor, another one is capacitor. ഈ 3 ഡിവൈസിലൂടെ നമ്മൾ എ സി സപ്ലൈ കൊടുക്കുകയാണ്. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ. റെസിസ്റ്ററിലൂടെ എ സി വോൾട്ടേജ് കൊടുക്കണോ, ഇൻഡക്ടറിലൂടെ എ സി വോൾട്ടേജ് കൊടുക്കണോ, കപ്പാസിറ്ററിലൂടെ എ സി വോൾട്ടേജ് കൊടുക്കണോ. പിന്നീട് ഇതിൻ്റെ കോമ്പിനേഷൻ RL, RC, LC, 2 വീതമുള്ള കോമ്പിനേഷൻ. പിന്നെ ചെയ്യണത് 3ൻ്റെയും കൂടെ കോമ്പിനേഷൻ, LCR സർക്യൂട്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലൂടെ പറയാൻ പോണത്. റെസിസ്റ്ററിൽ എ സി വോൾട്ടേജ് കൊടുത്താൽ ഡി സി ആണ് കൊടുക്കണമെങ്കിൽ ഒരു അഡ്വാൻറ്റേജ്, എല്ലായ്പ്പോഴും വോൾട്ടേജും കറണ്ടും ഒരേ ഡിറക്ഷനിലാണ്. എ സി കൊടുക്കുമ്പോൾ എല്ലാ ഡിവൈസിലും ഡി സി കൊടുക്കുമ്പോൾ എല്ലാ ഡിവൈസിലും വോൾട്ടേജും കറണ്ടും ഒരേ ഡിറക്ഷനിലാണ് എന്ന് പറഞ്ഞാൽ E=E0 sin ωt ആണ് വോൾട്ടേജ് എങ്കിൽ കറണ്ടും ഇതേ സ്റ്റൈലിലാവും. പക്ഷെ എ സി കൊടുക്കുമ്പോൾ വോൾട്ടേജും കറണ്ടും ഒരേ ഡിറക്ഷനിൽ തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ പറഞ്ഞ എ സി വോൾട്ടേജ് ഈ 3 ഡിവൈസുകളിൽ കൊടുക്കുമ്പോൾ എന്തായിരിക്കും കറണ്ട് വരിക? അതൊരേ ഡിറക്ഷൻ തന്നെ ആണോ ഉണ്ടാവുക, അതോ ഡയറക്ഷൻ മാറുമോ? അങ്ങനെ മാറുമെങ്കിൽ ആരാണ് മുന്നിൽ, ആരാണ് പിന്നിൽ? ദെൻ ഇതിൻ്റെ കേസിൽ റെസിസ്റ്റൻസിനെ നമ്മൾ റെസിസ്റ്റൻസ് ഉള്ള പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ ഈ 2 അങ്ങനെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേരെന്താണ്? ഓക്കെ, സോ റെസിസ്റ്ററിൻ്റെ കേസിൽ നമ്മൾ വിളിക്കുക റെസിസ്റ്റൻസ് എന്നാണെങ്കിൽ ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും കേസിൽ വിളിക്കുക റിയാക്റ്റൻസ് എന്നാണ്. റെസിസ്റ്റൻസിന് പകരമുള്ള മറ്റൊരു വാക്ക്. ഇനി ഇതിൻ്റെ കോമ്പിനേഷൻ സർക്യൂട്ട് ആണെങ്കിൽ അവരുടെ ടോട്ടൽ റെസിസ്റ്റൻസിനെ വിളിക്കണ പേര് ഇംപിഡൻസ് എന്നാണ്. ഓക്കെ, സോ ആ വാല്യൂസ് കണ്ടുപിടിക്കുക. വോൾട്ടേജും കറണ്ടും ഒരേ ഡിറക്ഷനിലാണോ നോക്കുക. അങ്ങനെ നമ്മൾ നോക്കണ സമയത്ത് ഇപ്പം നമുക്ക് എ സിൻ്റെ മീൻസ് ഏതൊരു ഡിവൈസിൽ നമ്മൾ എ സി വോൾട്ടേജ് കൊടുത്തപ്പോൾ ഓക്കെ നമുക്ക് കിട്ടിയത് ഈ ഒരു രീതിയിലാണെന്ന് വെറുതെ ആലോചിക്കാം. ഓക്കെ, നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ E0 sin ωt. സപ്പോസ് കറണ്ട് നമുക്ക് കിട്ടിയത് I0 sin ωt -30 അല്ലെങ്കിൽ E=E0 sin ωt. I എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് I0 sin ωt +60. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയതെങ്കിൽ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കും? കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ 30 ഉറപ്പല്ലേ? ഈ ωt എന്ന് പറയുന്നത് ആംഗിൾ ആണ്. അപ്പോൾ ഇത് 90 ആണെങ്കിൽ ഇത് 90 - 30, ഇത് 120 ആണെങ്കിൽ 120 - 30, ഇത് 150 ആണെങ്കിൽ 150 - 30 എന്ന് പറഞ്ഞാൽ ഈ ഡിവൈസിൽ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ 30. ഇങ്ങനെയാണ് നമുക്ക് വോൾട്ടേജും കറണ്ടും കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ പറയാം കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 60. മൈനസ് വന്നാൽ ലാഗ്സ് ബിഹൈൻഡ്, പ്ലസ് വന്നാൽ ലീഡ്സ്. ഹിയർ
current lags behind voltage by 30 degree. Here current leads voltage by 60 degree. Okay, ഇവിടെ current lags behind voltage by 30 degree. Here current leads voltage by 60 degree. ഐഡിയ ക്ലിയർ ആണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഈ സ്റ്റൈലിൽ നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കലാണ് ഏറ്റവും അത്യാവശ്യമുള്ള സംഭവം. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുന്നേ എനിക്കുള്ളൊരു ഡൗട്ട്. എൻ്റെ അടുത്തൊരു റേഡിയോ ഉണ്ട്. ഈ റേഡിയോയിൽ ഞാൻ ട്യൂൺ ചെയ്യാണ്, ചാനൽ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ. ഓക്കെ, ഇപ്പോൾ തൃശ്ശൂർ സ്റ്റേഷൻ, കോഴിക്കോട് സ്റ്റേഷൻ, ഇതാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് കിട്ടുന്ന 2 റേഡിയോ സിഗ്നലുകൾ. എൻ്റെ സംശയം ഇതാണ്, നമ്മൾ റേഡിയോ ഓണാക്കി കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ എല്ലാ സിഗ്നലുകളും റേഡിയോൻ്റെ അടുത്തുണ്ട്. റേഡിയോക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത് ഇതാണ് തൃശ്ശൂരിൻ്റെ സിഗ്നൽ, അല്ലെങ്കിൽ ഇതാണ് കോഴിക്കോടിൻ്റെ സിഗ്നൽ, ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ സിഗ്നൽ? ഇതെങ്ങനെ റേഡിയോക്ക് മനസ്സിലാവുക? ഒരു ഡൗട്ടാണ്. രണ്ടാമത്തെ ഡൗട്ട്, ഇപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഫോൺ ചെയ്യാണ് ത്രൂ മൊബൈൽ. ഓക്കെ, സെൽഫോൺ വഴി ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഫോൺ ചെയ്യാണ്. എൻ്റെ ഫോണിൽ നിന്ന് സിഗ്നൽ എന്ത് ചെയ്യണോ? BSNLൻ്റെ അല്ലെങ്കിൽ വോഡാഫോണിൻ്റെ സാറ്റലൈറ്റിലേക്ക് ചെല്ലണോ? ഈ സാറ്റലൈറ്റിൽ ചെന്നിട്ട് ഈ സിഗ്നലിന് എങ്ങനെയാണ് മനസ്സിലാവുക? എൻ്റെ ഫ്രണ്ട് കോട്ടക്കൽ ആര്യവൈശാല എൻ്റെ OP വിഭാഗത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്, സോ അവൻ്റെ ഫോണിലേക്ക് ചെല്ലണം, എന്നിട്ട് റിങ് ചെയ്യിക്കണം. ഇൻകമ്മിങ് കോൾ ഇന്ന ആളുടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ ഫോണിൽ ഒരു ഇൻകമ്മിങ് മെസ്സേജ് അല്ലെങ്കിൽ ഇൻകമ്മിങ് നോട്ടിഫിക്കേഷൻ കിട്ടണം. ഓക്കെ, ഇവിടുന്ന് സാറ്റലൈറ്റിലേക്ക് പോയ എൻ്റെ ഫോണത്തെ സിഗ്നലിന് എങ്ങനെയാണ് മനസ്സിലാവുക? എൻ്റെ ഫ്രണ്ട് കോട്ടക്കൽ ആരോഗ്യശാലയുടെ OPയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്, അവൻ്റെ ഫോണിലേക്ക് ചെല്ലണട്ടോ, എന്നിട്ട് റിങ് ചെയ്യണട്ടോ. എങ്ങനെയായിരിക്കും ഈ സിഗ്നലിന് മനസ്സിലാവുക? അതിനവരെ സഹായിക്കണ എന്ത് ഫാക്ടേഴ്സാണുള്ളത്? ഇൻ കമ്മ്യൂണിക്കേഷൻ എൻ്റെ ഒരു ഡൗട്ടാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് വിട്ടു തരുന്നു. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. AC എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്തത്. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.